നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ ക്യാപ്റ്റൻ. ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ് അഗൈൻ. തെരഞ്ഞെടുപ്പ് ചൂട് അതിലേക്ക് നീങ്ങുന്നു കേരളം എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം മാസങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിനെങ്കിലും കാലേക്കൂട്ടി പ്രചാരണങ്ങൾ കൊഴിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ആദ്യം തന്നെ കളം പിടിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നത്. ഇടതുമുന്നണിയുടെ വടക്കൻ മേഖല യാത്ര, മധ്യ കേരള യാത്രയും തെക്കൻ കേരള യാത്രയുമുണ്ട്. 3 ഘടകകക്ഷി നേതാക്കളാണ് അത് നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട യാത്ര CPIMന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വടക്കൻ കേരള യാത്രയാണ്. MV ഗോവിന്ദൻ്റെ യാത്ര ഇന്ന് വൈകിട്ട് 3 മണിക്ക് കുമ്പളയിൽ വെച്ച് തുടങ്ങും. സാധാരണ ആഷ്മി യോജിച്ചതുപോലെ തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് നിരവധി യാത്രകൾ ഈ വടക്കൻ കേരളത്തിൽ കാണാറുണ്ട്. അത് മഞ്ചേശ്വരത്ത് നിന്ന് കുമ്പളയിൽ നിന്നുമൊക്കെ തുടങ്ങുക പതിവാണ്. അതിൽ ഇക്കുറി ഈ സെറ്റിലെ ആദ്യത്തെ യാത്രയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന യാത്ര. യാത്രയിൽ ആ യാത്രയുടെ പേര് തന്നെ വികസന മുന്നേറ്റ യാത്ര എന്നുള്ളതാണ്. കഴിഞ്ഞ 10 ആണ്ട് പിന്നിടുന്ന ഇടതുഭരണം, ആ ഭരണത്തിനൊരു തുടർച്ച വേണം എന്നതാണ് അതിൻ്റെ സ്ലോഗൻ. വികസന മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ, വികസനത്തിന് തുടർച്ച വേണമെങ്കിൽ ഇടതു സർക്കാരിൻ്റെ തുടർച്ച എന്നുള്ള സന്ദേശവുമായാണ് വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുള്ള യാത്ര ആരംഭിക്കാൻ പോകുന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററോട് സംസാരിച്ച സമയത്ത് വലിയ കോൺഫിഡൻസ് ആണ് പ്രകടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാക്കണമെന്നുറപ്പിച്ചാണ് ഈ യാത്ര. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നിന്നും നേരിട്ട് മംഗലാപുരത്തേക്ക് വരും. ഇന്ന് അദ്ദേഹം ടൂറിസം കോൺക്ലേവിൽ കൊച്ചിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് തിരിക്കുന്നു. നേരെ മംഗലാപുരത്തു നിന്നും 3 മണിക്ക് കുമ്പളയിലെ പരിപാടി റാലി സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് യാത്ര ഉദ്ഘാടനം ചെയ്യും. യാത്രയിൽ ഘടകകക്ഷി നേതാക്കളെല്ലാം ഉണ്ട്. CPIയുടെ നേതാവ് P. സന്തോഷ് MP ഉണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഗ ഉണ്ട്. മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, PM സുരേഷ് ബാബു, മനയത്ത് ചന്ദ്രൻ, ബാബു ഗോപിനാഥ്, അങ്ങനെ ഇടത് ഘടകകക്ഷികളുടെ എല്ലാം, കാസിം ഇരിക്കൂർ വരെ, INLന്റെ പ്രതിനിധി വരെ ഉള്ള വലിയ പട്ടികയുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് യാത്ര നടത്തും. ഓരോ പ്രദേശത്തും മണ്ഡല അടിസ്ഥാനത്തിൽ സ്വീകരണം. ആ സ്വീകരണത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്ക് മറുപടി പറയണം. ഒപ്പം വികസനത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കണം. വലിയ പ്രഖ്യാപനങ്ങൾ, സാധ്യതകൾ മുൻപോട്ട് വയ്ക്കണം. ആ രീതിയിലാണ് യാത്ര 3 മണിക്ക് ആരംഭിക്കുന്നത്.